മീനുകളെല്ലാം കൂട്ടം കൂടി നമുക്ക് ഉമ്മ തരാൻ വന്നേക്കാണ്. ഈ ഉമ്മയെല്ലാം നമ്മുടെ കുഞ്ഞു മക്കൾക്കാണ് കേട്ടോ. നമസ്കാരം, കൈപ്പൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഒരു അക്വേറിയത്തിലാണ്, ഇസ്രായേലിലെ ഒരു അക്വേറിയത്തിലാണ്. ഇസ്രായേലിലെ അക്വേറിയത്തിൻ്റെ മീനുകളുടെ കാഴ്ചകളാണ്, അലങ്കാര മത്സ്യങ്ങളുടെ കാഴ്ചകളിലേക്കാണ് നമ്മൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇവിടുത്തെ സെറ്റപ്പും അതുപോലെ തന്നെ കുളങ്ങളും മീനുകളും ഒരുപാട് കാഴ്ചകളുണ്ട്. ഇതെൻ്റെ കൊച്ചിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞു പിള്ളേർക്ക്, നമ്മുടെ ചാനൽ കാണുന്ന ഒരുപാട് കുഞ്ഞു പിള്ളേരുണ്ട്. ആ കുഞ്ഞു പിള്ളേർക്ക് വേണ്ടി ഈ മീനിൻ്റെ വീഡിയോ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ എനിക്ക് മീനിനെ കുറിച്ച് വലിയ അറിവില്ല, എനിക്ക് കുറച്ച് മീനുകൾ മാത്രമേ അറിയാവുള്ളൂ. ആ മീനിൻ്റെ കാര്യങ്ങളും നമ്മൾ അറിയാവുന്ന മീനുകളുണ്ടോ അറിയാത്ത മീനുകളുണ്ടോ നമ്മുടെ നാട്ടിൽ കാണുന്ന മീനുകളാണോ ഇവിടെ ഉള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം. ഒരു കൂറ്റൻ ഫാമാണ്, ഒരു രക്ഷയില്ല. ഏക്കറുകളൊക്കെ വരുന്നതാണ്. ടെൻ്റൊക്കെ കെട്ടി സെറ്റാക്കി ഇട്ടേക്കാണ്. കാരണം ടെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ എപ്പോഴും ചൂടായിരിക്കും. മിക്ക സമയങ്ങളിലും കൂടുതൽ സമയം ചൂടായിരിക്കും. ചൂട് അതികഠിനമായ ചൂട്, അതിനെ തരണം ചെയ്യാൻ വേണ്ടിയാണ് ഈ ടെൻ്റ് കെട്ടി ഇതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് നമ്മുടെ കോൺക്രീറ്റ് ചെയ്ത കുളങ്ങളുണ്ട്, അല്ലാത്ത നിലത്തുള്ള കുളങ്ങളുണ്ട്. അതുപോലെ തന്നെ അല്ലാതെ പ്ലാസ്റ്റിക് കൊണ്ടുള്ള വലിയ ക്യാൻ കുളങ്ങളുണ്ട്, വലിയ ടാങ്കുള്ള കുളങ്ങളുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നു. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. കൂറ്റൻ ഒരു ഫാമാണിത്. ആ കുളത്തിൽ കുറേ കോഴിക്കാർപ്പ് കിടക്കും, വലിയ കോഴിക്കാർപ്പ്. ഇവിടെ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുടെ കോഴിക്കാർപ്പിൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ വലിയ കോഴിക്കാർപ്പിനെ കാണും. എനിക്കിതിന് നല്ല പ്രായമുള്ള കോഴിക്കാർപ്പുകളാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് എൻ്റെ കുഞ്ഞാണ് എനിക്കിത് പരിചയപ്പെടുത്തുന്നത്, ഈ മീനിനെ. എനിക്ക് ഈ മീനിനെ കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അവൻ ഭയങ്കര ആരാധകനാണ് മീനിൻ്റെ. അതുപോലെ തന്നെ കിളികൾ ഭയങ്കര ക്രേസാണ് പുള്ളിക്കാരന്. അതുകൊണ്ട് അതിന് മുകളിൽ താന്നിരിക്കുന്നുണ്ട് ചാടി. ഇതിൽ എന്തോരം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓരോ വെള്ളവും വന്ന് ഫിൽട്ടർ ചെയ്ത് പോകുന്നതാണ് കേട്ടോ. ഇതിനകത്ത് തുണി വെച്ചിട്ടാണ് ഫിൽട്ടർ ചെയ്യുന്നത്. വേറൊരു സെറ്റപ്പാണത്. എല്ലാ ഇതിനകത്തും ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്, അതിനെ തുണി വെച്ചിട്ടുണ്ട്. തുണിയിൽ നിന്ന് വന്ന് വെള്ളം വീണ് ഫിൽട്ടറായി പോവുകയാണ് ഇതിൽ. അവിടെ കുറച്ചുകൂടെ വലിയത് എല്ലാം ക്ലീനാണ് കേട്ടോ. വലിയ ബോക്സാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് കുറച്ചുകൂടെ കുളം നമുക്ക് അവിടെയും പോവാം. ഇനി നമുക്ക് ഈ ജപ്പാനീസ് കോഴിക്കാർപ്പിൻ്റെ കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നു കേട്ടോ. ഒരുപാടുണ്ട്. അതിന് നമ്മുടെ ഗോപ്രോ ഒന്ന് ഇറക്കി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അടിയിൽ ഞാൻ പേടിച്ചാണ് അതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കുന്നത്. നമുക്ക് നോക്കാം. എന്നാ മീനാണെന്ന് നോക്കണേ. വാവ്, ഒരു രക്ഷയില്ല. എന്തൊരു ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് തോന്നുന്നു വാട്ടർ. നോക്ക്, കറുത്ത ബ്ലാക്ക് മോളിയാണോ കാണാൻ പറ്റുന്നുണ്ടോ? വൈറ്റ് ഗോൾഡ് ഫിഷിൻ്റെ വലിയത്. ഗോൾഡ് ഫിഷ് അല്ല, ഇത് വൈറ്റ് ഫിഷാണ്. വൈറ്റ് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല കേട്ടോ. പിന്നെ കുറച്ച് പായലും സെറ്റപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇതിനകത്ത് വെള്ളത്തിനകത്ത് ഇടാൻ വേണ്ടിയാണ്. ഒരു മൊത്തം അടുക്കടുക്ക് ഇതിൻ്റെ കുളങ്ങളാണ്. കുളങ്ങളും പിന്നെ കുളങ്ങൾ അലങ്കരിക്കാനുള്ള കുളത്തിനകത്ത് ഇടാനുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത്. കുറച്ചൊരു കഷ്ട
ഇതൊക്കെ ചെറിയ ചെറിയ ടാങ്കുകളാണ്, നമുക്ക് കാണാൻ കഴിയും. നമുക്ക് വീടുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ടാങ്കുകളാണ് ഇതൊക്കെ. വലിയൊരു ടെൻറ്റിനകത്ത് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് അപ്പുറത്തെ ഭാഗത്തോട്ടൊന്ന് പോയി നോക്കാം. അതിൻ്റെ വില അവിടെ ഇരിക്കുന്നത് 1925 ഷെക്കലാണ് ഈ ഒരു വലിയൊരു ടാങ്കിന്. ഈ ഒരു ചെറിയ ടാങ്കിന് 1000 ഷെക്കലാണ്, 985 ഷെക്കലാണ്. അതിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ അവിടെ എഴുതിച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയ ക്വാളിറ്റിയുള്ള സാധനമാണ്. 2000 ഷെക്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏകദേശം 40,000 രൂപ വരും. ഇത് മനോഹരമായിട്ടാണ് അവിടെ ഇവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഈ മീനെ പിടിക്കാനുള്ള വല, വലിയ പമ്പുകൾ, ഇത് രസമല്ലേ. ഇതാണ് ഇത് ഇവരൊരു പൂള് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് കേട്ടോ. വീടുകളിലൊക്കെ വന്ന് ഇവർ ഇത് പൂള് സെറ്റ് ചെയ്ത് കൊടുക്കും. അതിൻ്റെ ഒരു ഡെമോ ആണ് ഇവർ വെച്ചേക്കുന്നത്. അതിനകത്ത് ഒരുപാട് കോഴിക്കാർപ്പിൻ്റെ വലിയ കോഴിക്കാർപ്പ് കിടപ്പുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ ഗോപ്രയിൽ ഇറക്കി നോക്കാം. ഈ ഒരു സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞാൽ മീനിൻ്റെ A to Z സാധനം ഇവിടെ കിട്ടും. അതാണ് ഇവിടെ യൂസ് ചെയ്യുന്ന ഡ്രം ഫിൽറ്റർ പോലുള്ള ഫിൽറ്ററാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടു കാണും. ഓരോ ടാങ്കിനകത്തും അവരൊരു ബക്കറ്റ് പോലെ 1-2 ബക്കറ്റ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് പഞ്ഞി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഫിൽറ്റർ ചെയ്യണം. അതിനകത്തൊരു മോട്ടർ ഇട്ട് അഴുക്ക് കളഞ്ഞ് ഡെയിലി ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ക്ലീൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ഡെയിലി വെള്ളം മാറ്റേണ്ട ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല. ഈ പഞ്ഞിയാണ് ആ വെള്ളം ഫിൽറ്റർ ചെയ്യാനുള്ള പഞ്ഞിയാണ് കേട്ടോ. ഇതിനകത്തൂടെയാണ് ആ വെള്ളം ഫിൽറ്റർ ചെയ്യുന്നത്. നമ്മൾ കുറേ ഇതിനകത്ത് കണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വില അവിടെ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം എഴുതിയേക്കുന്നത് അതിൻ്റെ ഇതിൻ്റെ വിലയാണ് എഴുതിയേക്കുന്നത്. ഇഷ്ടം പോലെ തന്നെയുണ്ട്, ഇഷ്ടം പോലെ മീൻ. കണ്ടോ വെള്ളമെല്ലാം നല്ല ക്ലീനാണ്. അവിടെ വില എഴുതിയിട്ടുണ്ട്. ഇതിന് ഒരെണ്ണത്തിന് 95 ഷെക്കൽ, 2 എണ്ണം മേടിക്കുകയാണെങ്കിൽ 180 ഷെക്കൽ. അതായത് ജോഡി മേടിക്കണം 180 ഷെക്കലാണ് ഒരു മീനിന്, 2 മീനിന്. നമ്മുടെ നാട്ടിലെ ആമ്പലൊക്കെ നിൽക്കുന്നുണ്ടോ? ഇവിടെ കൂടുതൽ പണിയുന്നത് തായ്ലൻഡിലാണ്. ഹലോ എന്ത് രസമുള്ള മീനാണ് നമുക്ക്. ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ മീനാണ് കേട്ടോ. നമുക്കിനി ഈ ഒരു കുളത്തിലോട്ട് പോകാം. ഇവിടെ ഒന്നുമില്ല. ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളാണ് കേട്ടോ. കരിമ്പാണ്, കരിമ്പ് കൃഷിയാണ്. അതല്ല, കരിമ്പ് ഉണങ്ങിയ കരിമ്പാണെന്ന് തോന്നുന്നു. പായൽ, ഇതിനകത്തിടാനുള്ള പായലാണെന്ന് തോന്നുന്നു. ഇവിടെ വലിയ വൃത്തിയും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഈ മീൻ പിടിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. 1-2 പേര് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഓണർ മീൻ പിടിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ കേട്ടോ. ഈ ഓണർ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിലൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് യോസി എന്നാണ് കേട്ടോ. മീൻ പിടിച്ചിട്ട് ഒറ്റ കോഴിന് 3-4 മീനെ കിട്ടിയിട്ടുണ്ട്. ഈ പൈപ്പുകളിലൊക്കെ ഫിൽറ്റർ ചെയ്തിട്ടാണ് ഈ വെള്ളം ഇതിനകത്തോട്ട് വീഴുന്നത്. അയ്യോ, എന്തോരം മീനാണെന്ന് നോക്ക്. ഒരു രക്ഷയില്ല.
നിങ്ങൾക്കറിയാവുന്ന മീനുകളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ. എനിക്കിതിലെ വളരെ കുറച്ച് മീനുകളൊക്കെ അറിയാവുന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ്. എന്നാ ലുക്കാണെന്ന് നോക്ക്. അതുപോലെ വാട്ടർ എന്നാ ക്ലിയർ വാട്ടർ ആണെന്ന് നോക്ക്. എല്ലാവരും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരു രക്ഷയില്ല. തൊട്ടടുത്തൊരു കുളം പോലെ അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുത്തി ഇവിടുത്തെ ഒരു ടെക്നോളജിയാണ് ഈ ബക്കറ്റിനകത്ത് ഈ ഫിൽട്ടർ ചെയ്ത് പോകുന്ന സെറ്റപ്പ്. അടിയിൽ കിഴിച്ചിട്ടിട്ട് അത് സെറ്റപ്പ് അല്ലേ. ഇത് മീനിന് കൊടുക്കാനുള്ള ഫുഡാണെന്ന് തോന്നുന്നു കേട്ടോ. കിലോയ്ക്ക് 54 ഷെക്കലാണ്. കറുത്ത ഫുഡ്. പിന്നെ കുളത്തിനകത്ത് ഇറക്കി വെക്കാനുള്ള ചെറിയ ചെറിയ ചെടികളും കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ നമുക്ക് കാണാൻ കഴിയും. ഫിൽട്ടർ ചെയ്യാനുള്ള ബോക്സുകളാണിത്. ഈ വെള്ളം ഇത്രയും വലിയ മീനിൻ്റെ കൂടെ ഒരു അരയന്നത്തിന് ഇട്ടേക്കുന്നുണ്ടോ. നല്ല രസമല്ലേ. പ്ലാസ്റ്റിക്കാണത്. പാറക്കല്ല് തീർത്തൊരു സാധനം കേട്ടോ വെള്ളത്തിൽ വെക്കുന്നത്. 1199 രൂപയാണ്. എല്ലാം നല്ല വിലയാണ് ഇതിനകത്ത്. 845 ഷെക്കലാണ് ഈ ബോൾ പോലത്തേക്ക് സാധനം. ആ സിംഹത്തിൻ്റെ ആ സാധനം വാട്ടർ ഫൗണ്ടൻ പോലെ വരുന്നതിന് 787 ഷെക്കൽ. ഇതൊക്കെ വെള്ളത്തിലിറക്കി വെച്ച് നല്ല സെറ്റായിരിക്കും. അതുപോലെ ടാങ്ക് ഫിഷുകൾ ഒരുപാടുണ്ട് ഇവിടെ. ഹൗ മച്ച് ദിസ് 3 പീസ് 100 ഷെക്കൽ? മൂന്നെണ്ണം 100 ഷെക്കൽ. 3 പീസ് 3 എണ്ണം. 1 പീസ് 35. വാട്ട് ഇസ് ദ നെയിം? Schleier Calico. Schleier Calico. Schleier Calico. അതിന് ഒരെണ്ണത്തിന് 49 ഷെക്കല്. 2 എണ്ണം മേടിക്കുകയാണ് 90 ഷെക്കല്. നമ്മുടെ നാട്ടിൽ ഈ മീനുകളൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ? എനിക്ക് ആകെ ഉള്ളത് കണ്ട ഗോൾഡ് ഫിഷ് ഒക്കെ അറിയാം. ഒരെണ്ണത്തിന് 55 ഷെക്കല്. ചെറിയ നമ്മുടെ ഗപ്പിയെ കിട്ടുന്നില്ലല്ലോ ഇവിടെ. ഗപ്പി ഇല്ല ഇവിടെ. ഇസ്രയേലിൽ ഗപ്പി ഇല്ല കേട്ടോ. ഗപ്പി ഇസ്രയേലില്ലെന്നല്ല, ഞാൻ ഈ ഫാമിലില്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഫാമിലിന് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ല. ഏതെങ്കിലും കുളത്തിൽ എൻ്റെ കണ്ണിൽപ്പെടാതെ ഗപ്പി ഒളിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇവിടെ ഇല്ല. ഇവിടെ ഇവർ ഫുഡ് കൊടുക്കുന്നത്, ഈ ഒരു ഫിഷിംഗ് ഫാമിൽ അവർ ഫുഡ് കൊടുക്കുന്നത് മീനുകൾക്ക് 3 തവണയാണ്. അതുപോലെ തന്നെ വർഷത്തിൽ 1 തവണ ഇത് ഫുള്ളായിട്ട് അവർ ക്ലീൻ ചെയ്യും. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി, ബാക്ടീരിയ പുതിയ ഫംഗസുകളൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി അവർ വർഷത്തിൽ 1 തവണ ഫുള്ളായിട്ട് ടാങ്കുകളും കുളങ്ങളും ഫുള്ള് അവർ ഇത് ക്ലീൻ ചെയ്യും. ഇത് ജസ്റ്റ് ഒരു ടാങ്കാണ്. നമ്മൾ ഇവിടുത്തെ കൃഷിയിടങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓറഞ്ചും ആപ്പിളൊക്കെ പറിച്ചിടുന്ന ഒരു ബോക്സ് കണ്ടിട്ടില്ല. ആ ഒരു ബോക്സാണ്. ആ ബോക്സിനകത്ത് അവർ ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്ത് മനോഹരമായിട്ട് അത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിനകത്തുള്ള ഈ കുഞ്ഞു മീനുകൾക്ക് 10 എണ്ണത്തിന് 75 ഷെക്കലാണ്. അതായത് നാട്ടിലെ 1500 രൂപയോളം വരും. ഒരു ഷെക്കലിന് 20-21 രൂപയാണ്. ആ ഒരു രീതിയിൽ കൺവേർട്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. നാട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞതാണ്. അതിനകത്ത് ഇതുപോലെ ഈ ടാങ്കിനകത്ത് എല്ലാം നമുക്ക് കാണാൻ കഴിയും. ബക്കറ്റിനകത്ത് ഓട്ടയിട്ട് അതിനകത്ത് ആ ഫിൽട്ടർ ചെയ്യാനുള്ള പഞ്ഞി വെച്ചിട്ടുണ്ട്. പഞ്ഞിക്കുള്ളിൽ അവർ മോട്ടർ വെച്ച് സെറ്റ് ചെയ്തേക്കാണ്. അതിനകത്തൊരു പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഈ വെള്ളത്തിൻ്റെ അടിയിൽ മോട്ടർ ഇട്ടിട്ടുണ്ട്. ആ മോട്ടറിൽ ഇതെല്ലാം കറങ്ങി ഇത് എപ്പോഴും ഫിൽട്ടർ ആയിക്കൊണ്ടിരിക്കും. ഇതിനകത്ത് ഇടാനുള്ള കല്ലുകളാണ്. It's a special stones to put in the box. Okay. Take pictures from this. വലിയ ടാങ്കിൻ്റെ ഏരിയയിലൂടെ നമ്മൾ കടന്നിരിക്കുകയാണ്. ഹലോ. 195 ഷെക്കൽ ഒരെണ്ണം. ചെറിയ മീൻ കണ്ടോ? ചെറിയ മീൻ 60 എണ്ണം 10 ഷെക്കൽ.
അടിപൊളി കാഴ്ചകളല്ലേ? ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. കുഞ്ഞു കുഞ്ഞു പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന കാഴ്ചകളായിരിക്കും. നമ്മുടെ നാട്ടിൽ മാനത്തുകണ്ണിയുടെ വേറൊരു സാധനം, ഞങ്ങളുടെ നാട്ടിലെ വയലിലുള്ള ഒരു മീനുണ്ടല്ലോ, അതിൻ്റെ വേറൊരു സാധനം കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് എനിക്കറിയത്തില്ല. ഇത് നമ്മുടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അതിൻ്റെ വാലന്റൈൻസ് ഡേ ആയിട്ട് അതിൻ്റെ ഒരു മീൻ മറ്റൊരു മീനിനെ ചുംബിച്ചുകൊണ്ട് നടക്കുന്നുണ്ടോ? Gourmet kisser. ഓക്കെ. Kisser. Because he's doing like this. ഓക്കെ. വാട്ട് ഈസ് ദ നെയിം? Gourmet. ഗോർമി കിസ്സർ. ഈ മീനിൻ്റെ പേര് തന്നെ ഗോർമി കിസ്സർ എന്ന് പറഞ്ഞാണ് കേട്ടോ. അതിൻ്റെ ചുണ്ടുണ്ടോ എപ്പോഴും കിസ് ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, മറ്റൊരാളെ കിസ് ചെയ്യുന്ന പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഫിഷാണ്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ആഹാ, അടിപൊളി ഒരു മീനെ കാണിച്ചു തരാം. ഒരു തൊപ്പിക്കാരനെ കണ്ടോ? ഒറ്റയ്ക്കേ ഉള്ളൂ, പക്ഷെ ഇതിൻ്റെ ജോഡിയായിട്ട് ഇടാം. ഇതിൻ്റെ പേര് ഫ്ലവർ ഹോൺ എന്ന് പറയും. അടിപൊളി മീനാണ്. ഇവിടെ ഉണ്ട്. തൊപ്പിക്കാരൻ്റെ വലിയ മീനെ കണ്ടോ? പക്ഷേ ഇതിനകത്ത് ഒരെണ്ണത്തിന് സിംഗിൾ പീസാണ് കേട്ടോ. ഇതിന് വേറെ ഇതിൻ്റെ ഇനത്തിൻ്റെ കൂടെ ഇടാൻ പറ്റത്തില്ല. ഒരെണ്ണത്തിന് 650 ശെക്കലാണ്. അതിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. നമ്മുടെ നാട്ടിലെ ഐറ്റം നാട്ടെ കേരള. Kerala? Yes. Kerala, this is in the south. Yes. I was up only one. എവിടെ പോയാലും ഇന്ത്യക്കാർക്ക് ഭയങ്കര മുൻഗണനയാണ് കേട്ടോ. ഇന്ത്യക്കാരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. എല്ലാം ഹീബ്രുവിൽ എഴുതി വെച്ചിരിക്കുന്നത് നമുക്കൊന്നും അറിയത്തില്ല. അതിൻ്റെ ഈർക്കൽ പോലിരിക്കുന്ന മീൻ, അതിൻ്റെ ചുണ്ട് ഇങ്ങനെ കൂർപ്പിച്ച് വെച്ചേക്കുന്നു. ഞാൻ എൻ്റെ ഗപ്പി തേടിയുള്ള യാത്രയാണ്. ഗപ്പി ഇവിടെ എങ്ങും നമ്മൾ കാണുന്നില്ല. സക്കറിനെ നമ്മൾ കണ്ട്, ഗോൾഡ് ഫിഷിനെ കണ്ടു. ഇത് കൊള്ളാലോ, 395 ശെക്കൽ. അതായത് നാട്ടിലെ 8000 രൂപയ്ക്ക് അടുത്ത് വരും ഒരു മീനിന്. എൻ്റെ കൊഞ്ചിൻ്റെ വേറെ ടൈപ്പാണ് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ കൂടിക്കിടക്കണം. ചെറിയ കൊഞ്ചിൻ്റെ ഒരു കട്ടല്ലേ, ഒരുപാട് ഇങ്ങനെ കൂടി കൂടി കിടക്കുന്നു. കൊഞ്ചാണ് നിന്ന്, കൊഞ്ച. സക്കറിൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടോ? സക്കറിൻ്റെ കുഞ്ഞുങ്ങൾ. വേറെ സക്കറിൻ്റെ വേറൊരു കളർ കണ്ടോ? ചുമന്നല്ല, ഒരു ഓറഞ്ച് കളറ്. അലങ്കാര മത്സ്യങ്ങളുടെ ഒരു കലവറ തന്നെയാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 500-ലേറെ വെറൈറ്റി മീനുണ്ട് ഇവിടെ. എല്ലാത്തിനും ഭയങ്കര കോസ്റ്റ്ലി ആണേ ഉള്ളൂ. ഞണ്ടിൻ്റെ പടമുണ്ട്. ഞണ്ടിനെ നമ്മൾ കണ്ടില്ല കേട്ടോ. അതിൻ്റെ കൂടെ എൻ്റെ ക്യാമറയും പോവുക. ഇത് കൊള്ളല്ലോ. 2 35 ശെക്കൽ. നമ്മുടെ ഗപ്പിയുടെ വേറെ ടൈപ്പാണ് കേട്ടോ. നമ്മളിപ്പോൾ കണ്ടത് ട്രാൻസ് ടെട്ര എന്ന് പറഞ്ഞ മീനാണ്. ആ കളർഫുൾ മീനെ കണ്ടത്. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഈ ബോക്സിനകത്തൊക്കെ കാണാൻ കഴിയുന്നത് ഫൈറ്റർ മീനുകളാണ്. നമ്മുടെ നാട്ടിൽ ചെറിയ കുപ്പികളിലൊക്കെ ഇട്ട് വരത്തില്ലേ ഫൈറ്റർ മീൻസ്, അതിൻ്റെ വളരെ വെറൈറ്റി ആയിട്ടുള്ള, ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ഫൈറ്റർ മീനുകൾ നമുക്ക് കാണാൻ കഴിയും. ഇത് കൊള്ളാമല്ലോ അല്ലേ? ക്യാമറ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് ഒന്ന് സെറ്റാക്കി എടുത്തതാണ്. ഇതിൻ്റെ പുറത്ത് ആ കടയുടെ ഫ്രണ്ടിൽ വെച്ചേക്കുന്ന അക്വേറിയമാണ് നമ്മൾ കണ്ടത്. മീനിന് വേണ്ടിയുള്ള സാധനങ്ങൾ വേണ്ടി മാത്രമുള്ള കടയാണ് കേട്ടോ. ഫുഡും ഫിഷ് ടാങ്കും ലൈറ്റും അതിനകത്ത് ഇടാനുള്ള ഡെക്കറേറ്റ് സാധനങ്ങളും എല്ലാം ഉണ്ട്. നമ്മൾ പുതിയ വീട് വെക്കുമ്പം വളരെ മനോഹരമായിട്ടൊരു ടാങ്ക്. ഫിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പണ്ട് മീൻ വളർത്തിയിട്ടുള്ളത്, കുഞ്ഞു മീനുകൾ. അന്ന് നമ്മൾ ഈ പറയുന്ന ഗോൾഡ് ഫിഷും ഗപ്പിയും സക്കറും ഒക്കെ മാത്രമേ ഉള്ളായിരുന്നു. ചെറിയ ടാങ്കൊക്കെ ഉണ്ടാക്കി ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് കുറച്ചുകൂടെ മാറ്റി ചിന്തിക്കണം. ഇതിനകത്തൊക്കെ ഉള്ള മോട്ടറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ.
അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടത് ഇസ്രായേലിലെ ഒരു അക്വേറിയത്തിൻ്റെ അടിപൊളി കാഴ്ചകൾ. ഒരുപാട് അലങ്കാര മത്സ്യങ്ങളെ കണ്ടു. നമ്മൾ കാണാത്ത കുറച്ച് പുതുമയുള്ള മത്സ്യങ്ങളെ കണ്ടു. എല്ലാം നല്ല എക്സ്പെൻസീവാണ്, പക്ഷേ ഇത് വളർത്തുന്ന രീതിയും സെറ്റപ്പും വലിയൊരു അക്വേറിയവും ഒക്കെ കണ്ട് നിങ്ങൾ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. അപ്പം മറ്റൊരു വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ മറക്കാതെ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, പിള്ളേർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇസ്രായേലിലെ മറ്റുള്ള അടിപൊളി കാഴ്ചകളുമായിട്ട് വീണ്ടും കാണുന്നവർ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.